ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിലെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള നമ്മുടെ ഞെരലടയാണ് ഉണ്ടാക്കുന്നത്. ചക്കാടെന്നോ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ചാനലിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് 3 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 4 പീസ് ശർക്കര വെള്ളമൊഴിച്ച് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ പറയുക, തനി നാടൻ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. വൈകുന്നേരമൊക്കെ കട്ടൻ ചായൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ശർക്കര ഒഴിച്ചിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പിടി തേങ്ങ, ഒരു 3 ഏലക്കായി, പിന്നെ ചക്ക വരട്ടി ഞാൻ മുമ്പേ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചക്ക വരട്ടി റെസിപ്പി വീഡിയോ ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. കാണാത്തവർ പോയി കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതാ കൈകൊണ്ട് നന്നായിട്ടൊന്ന് അത് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇലയിലാണ് ഞങ്ങൾ എന്താ പറയുക, ഒരു ഞെരലട ഉണ്ടാക്കിയെടുക്കാം. കുമ്പിളപ്പാക്കി എടുക്കുന്നവരൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ഇതുപോലെ തന്നെ ഈ ഇലയിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കും മാവ്. എന്നിട്ട് ഒന്ന് മടക്കി കൊടുത്താൽ അതവിടെ സെറ്റായി ഇരുന്നോളും. പിന്നെ ഈ ഒരു ഇല പിന്നെ കറുപ്പ മരം എന്ന് പറഞ്ഞ മരത്തിൻ്റെ ഇലയാണ് കേട്ടോ. അത് നന്നായി കഴുകി തുടച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് മാവ് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു 20 to 25 മിനിറ്റ് നമുക്കൊന്ന് ആവിയേറ്റി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ആവി വരുമ്പം തന്നെ ഉണ്ടല്ലോ, നല്ല മണം കേട്ടോ, കഴിക്കാൻ തോന്നും. പിന്നെ എന്താ പറയുക, നല്ല റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് അപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.